മലയാളത്തിൽ പ്രഗത്ഭരായ അഭിനേതാക്കളുണ്ട്, നടന്മാരുണ്ട്. അവരുടെയൊക്കെ മക്കൾ നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ അവർ ഉയർന്നില്ല. അതിനെന്താ കാരണം എന്ന് നമുക്കറിയില്ല. പാരമ്പര്യത്തിൽ നമ്മൾ നന്നാവുമെന്ന് വിചാരിച്ചു, ആയില്ല. അപ്പോൾ അഭിനയിക്കാൻ അറിയുന്ന അച്ഛന്മാരുടെ അഭിനയിക്കാൻ അറിയാത്ത മക്കൾ അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അതിലാദ്യം പറയണത് മമ്മൂട്ടിയുടെ മകനാണ്, ദുൽഖർ സൽമാൻ ഒരു നടനായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വരെ മമ്മൂട്ടി ചെയ്ത ഏതെങ്കിലും ഒരു കഥാപാത്രം, മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു കഥാപാത്രം ദുൽഖറിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അഭിനയത്തിൻ്റെ ബാലപാഠം ദുൽഖർ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അച്ഛൻ്റെ സൗന്ദര്യം കിട്ടിയിട്ടില്ല. അതേ സ്ഥാനത്ത് അച്ഛൻ്റെ അഭിനയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അതും കിട്ടിയിട്ടില്ല. പിന്നെ അടുത്തത് പറയേണ്ടത് മോഹൻലാലാണ്. മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആളാണ്. എന്താ കാര്യം? ഒരു കാര്യമില്ല മകനെ കൊണ്ട്. മകൻ അച്ഛൻ്റെ 7 അകലത്ത് എത്തിയില്ല. ഇത്രയും പടങ്ങൾ അഭിനയിച്ചിട്ടും ഒരു പടം പോലും എടുത്തു പറയാനായിട്ടില്ലാത്തത് നമുക്ക് വളരെയധികം സങ്കടമാണ്. പച്ച ചാണ വലിച്ചെറിഞ്ഞാൽ പോലും മുഖത്തൊരു ഭാവവ്യത്യാസം വരില്ല. ജയറാമിൻ്റെ മകൻ കാളിദാസൻ ഒരു കാര്യമില്ല. ഇതേപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റായിട്ട് മോന്ത ഒരേപോലത്തെ അഭിനയം. ശ്രീനിവാസൻ്റെ 2 മക്കളും ഒന്നും ഗതി പിടിച്ചില്ല. രണ്ടെണ്ണത്തിന് അഭിനയിക്കാനും അറിയില്ല, സംവിധാനം ചെയ്യാനും അറിയില്ല, കഥ എഴുതാനും അറിയില്ല. ഹരിശ്രീ അശോകൻ്റെ മകൻ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്തവനാണ്. ഇന്നവരെ ഒരു പടം പോലും നല്ലൊരു അഭിനേതാവ് ആണെന്ന് തെളിയിക്കാനായിട്ട് ഇന്നവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല. സലീം കുമാറിൻ്റെ മകൻ ഒരു കാര്യമില്ല. സലീം കുമാറിൻ്റെ ഉണ്ടാക്കണ്ണ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഏതോ കാണിക്കുന്നു. അഭിനയത്തിൻ്റെ 7 അയലത്ത് പോലും പോകാനായിട്ട് പറ്റിയിട്ടില്ല. സിദ്ദിഖിൻ്റെ മകനും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ അനിയൻ ഇപ്പോൾ പടത്തിലിറങ്ങിയിട്ടുണ്ട്. സഹിക്കില്ല. പടം തുടങ്ങുമ്പോൾ എന്താ മുഖം, സംഭവത്തിലൊക്കെ കണ്ടതാണ്. അതേപോലെ തന്നെ പടം അവസാനിപ്പിക്കുമ്പോഴും ഒരു ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരു നടൻ വല്ല സൈഡ് റോളിലൊക്കെ നിന്ന് അഭിനയിച്ച് പോകാൻ നല്ലത് കേട്ടോ. രാമുവിൻ്റെ മകൻ ഇറങ്ങി, എന്താ കാര്യം? ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഒരു അഭിനയവും ഇല്ലാണ്ട് ഇപ്പോൾ പഴയ നടന്മാരെടുത്താലും നമുക്ക് നോക്കാം. സോമൻ്റെ മകൻ വന്നു, വിജയിച്ച ഇല്ല. അതുപോലെ സുമാൻ്റെ 2 മക്കൾ വന്നു, വിജയിച്ച ഇല്ല. അതുപോലെ നസീറിൻ്റെ മകൻ വന്നു, വിജയിച്ച ഇല്ല. ടി ജി രവിയുടെ മകൻ വന്നു, വിജയിച്ച ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡോക്ടറുടെ മകനെ ഡോക്ടറാക്കണം, സിനിമാ നടൻ്റെ മകനെ നടനാക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അഭിനയം അറിഞ്ഞിട്ടോ ഒന്നുമല്ല ഇവരൊക്കെ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പേര് കൊണ്ട് മാത്രം ഉയർന്നു വന്നാലാണ് ഇവരെല്ലാവരും. ഇവരൊക്കെ ഫോട്ടോസ്റ്റാറ്റ് അഭിനയമാണ്. പച്ചച്ചാണം വലിച്ചെറിഞ്ഞാൽ പോലും ഇവർക്കൊരു ഭാവം വരില്ല.